അങ്ങനെ നമ്മളത് ചോറ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ മെയ്മീൻ്റെ സ്പെഷ്യൽ അച്ചാറും അതുപോലെ തന്നെ പരിപ്പ് കറിയൊക്കെ ഉണ്ടായിരുന്നു. പരിപ്പ് കറിയൊക്കെ കഴിച്ചാൽ കാലം മറന്നിൻ്റെ ഗായ്സേ. അങ്ങനത്തെ മെയ്മീൻ്റെ സ്പെഷ്യൽ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മാങ്ങാച്ചാർ മോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ മാങ്ങാച്ചാറിൽ എസ്പെഷ്യലി ഇത്രയും വലിയ പീസുകൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയും ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. മാങ്ങാച്ചാറും അച്ചാറുകളൊക്കെ അടിപൊളിയല്ലേ എല്ലാം. പക്ഷേ നെല്ലിക്കേനോട് എനിക്ക് അത്രയും വിടുത്തില്ല, കാരണം നെല്ലിക്കയ്ക്ക് കയ്പ്പാണ്. അപ്പോൾ എല്ലാവരും ഇതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നുണ്ണി വലിയ ആളായിട്ട് ഫോളൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാ പറയാനാ ഗൈസ്. അങ്ങനെ ഇതേ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോസ്റ്റ് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോസ്റ്റ് ആയിട്ട് നമ്മൾ ഫുഡ് വാരി കഴിക്കുവാണ് ഗൈസ്. അങ്ങനത്തെ മെയ്മിൻ്റെ സ്പെഷ്യൽ അച്ചാറും കൂടി എടുത്ത് ടച്ചിങ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പൊന്നുണ്ണിക്കും കുഞ്ഞുണ്ണിക്കും മമ്മയിടുന്ന അച്ചാർ ഇഷ്ടം, പക്ഷേ ഞങ്ങൾക്ക് മമ്മയിടുന്ന അച്ചാർ ഇഷ്ടമല്ല എന്നല്ല, എങ്കിലും നമ്മുടെ മെയ്മിൻ്റെ അച്ചാറാണ് ഗൈസ് മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഥ പറയാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇവർ പറയാൻ വേണ്ടി പോവാണ് കേട്ടോ. തമാശകൾ പറയാണ് ചോറുണ്ട് കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങളൊക്കെ ചിരിച്ച് മടുത്തു കേട്ടോ. അപ്പം അമ്മ ഇവിടെ നമ്മുടെ മമ്മൂക്കേനെ അനുകരിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഒന്ന് കേട്ട് നോക്കിയാലോ. അയ്യോ പറ. അതാ കഴിവണ്ടേ, കഴിവല്ല മോശമാണ്. പറയുന്നാലും ആട്ടോ എല്ലാം പഠിച്ചു വെച്ചിട്ട് പറയൂലേ. സ്മാഷാടാ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ നിങ്ങളെ തന്നെയാണ് കാര്യം. നമ്മളിങ്ങനെ ഓരോ ചളികൾ അടിച്ചുകൊണ്ടിരിക്കും. പണ്ടത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇങ്ങനെ എന്താ പറയുക ഫാമായിട്ട് ഒത്തുകൂടുമ്പോൾ എടുത്തിടുന്നത് കേട്ടോ. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ ഓരോന്ന് പറയാണ്. അപ്പം അമ്മ പറഞ്ഞു നമ്മുടെ ബൈജുമാമനെ പറ്റിയാണ് പറയുന്നത്. ബൈജുമാമൻ പണ്ടൊക്കെ ഭയങ്കര കുസൃതി കുടുക്കിയായിരുന്നു. ഓരോ സിനിമ കണ്ടിട്ട് ഇവർ ഡയലോഗുകൾ പഠിച്ചു വെച്ച് അത് അങ്ങും ഇങ്ങും പറയും എന്നൊക്കെ പറഞ്ഞ് വൻ കോമഡി. ചളിയോ ചളി.